കാണുമ്പോൾ തന്നെ കുളിര് കോരിപ്പോവും അല്ലേ? എന്തുകൊണ്ടായിരിക്കാം ഈ കുട്ടിക്ക് ഇത് ചെയ്യാൻ സാധിച്ചത്? അവനോട് നോ എന്ന് പറയാൻ ആരുമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത് സാധ്യമല്ല എന്ന് പറയാൻ ആരുമില്ലായിരുന്നു. സോ ലോകം മുഴുവനും മറന്ന് അവൻ്റെ കംപ്ലീറ്റ് എഫേർട്ടും അതിലേക്ക് കൊടുത്തു. ആൻഡ് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. 0 to 8 ഇയേഴ്സിനുള്ളിൽ ഒരു കുട്ടി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പദങ്ങളിലൊന്നാണ് നോ, അരുത്, ചെയ്യരുത്, വേണ്ട എന്നുള്ള നെഗറ്റീവ് പദങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് കേട്ട് 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 വളർന്നു വരുന്ന കുട്ടി ഒരു സ്വന്തം ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിക്കേണ്ട ഒരു പ്രായമാകുമ്പോഴത്തേക്ക് അവനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, അതായത് മോനേടാ ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നുണ്ട്, അവൻ എന്ത് പറയുന്നത് അറിയാം? നോ, ഇല്ല, നോ, ഇല്ല എന്നേ അവൻ പറയത്തുള്ളൂ. കാരണം അവൻ അതാണ് കേട്ട് ശീലിച്ചിരിക്കുന്നത്. ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഒരു വൈറ്റ് ബോർഡ് പോലെ, ഒരു വെള്ള പേപ്പർ പോലെയുള്ള അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസത്തിന് 30% സമയവും നമ്മൾ നോ, അരുത്, വേണ്ട, ചെയ്യരുത് എന്നാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മേ ഞാൻ അങ്ങോട്ട് പോകട്ടെ, വേണ്ട. അച്ഛാ ഞാനിത് ചെയ്തോട്ടെ, വേണ്ട. അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും? നോ, വേണ്ടാത്ത ചെയ്യരുത്, നോ, 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 നോ എന്നാണ് ഈ കുട്ടി കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ അവനോട് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവനും നിങ്ങളോട് അതേ പറയത്തുള്ളൂ. നോ, പോരുത് പഠിക്കടാ, നോ, ഡാ അത് ചെയ്യടാ, നോ, ഡാ ഇവിടെ വാടാ, നോ. അവനത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളൊരു നല്ല പേരൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും അല്ല പ്രൈമറിലി നിങ്ങൾ കൊടുക്കേണ്ട കാര്യം. യു സേ യെസ് ഫസ്റ്റ് യുവർ ചൈൽഡ്. ഈ ലോകത്ത് നിൻ്റെ ശരീരത്തിനെയും നിൻ്റെ മനസ്സിനെയും നീ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അത് അതുപോലെ മാറും എന്ന് അവനെ പഠിപ്പിച്ചു കൊടുക്കും. ഈ ലോകത്ത് നിനക്ക് സാധ്യമല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നവന് ഇൻപുട്ട് അവൻ്റെ ബ്രെയിനിലേക്ക് സ്ഥിരമായി കൊടുക്കൂ. എന്തുകൊണ്ടായിരിക്കും നമ്മൾ പേരൻസ് പലപ്പോഴും കുട്ടികളോട് നോ പറയുന്നത്? അവൻ എന്തെങ്കിലും തെറ്റുകളിൽ പോയി പെട്ടാലോ, അല്ലേ? അവന് തെറ്റ് പറ്റിയാലോ? ഇന്ന് നമ്മുടെ യുവതലമുറ ആത്മഹത്യയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് തോൽവികൾ കൊട്ടിക്കാലം പോലെ ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്നൊരു തോൽവി വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരണം, എങ്ങനെ നേടിയെടുക്കണം, എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള കോൺസെപ്റ്റ് അവരുടെ ബ്രെയിനിലില്ല. ബിക്കോസ് നമ്മുടെ കുട്ടികളെ ഒരുപാട് സമയം സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100,000 എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മൈ ഡിയർ പേരൻസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ കൂടെയുള്ളപ്പോൾ അവന് തെറ്റുകൾ പറ്റിക്കോട്ടെ. അവൻ എന്ത് തെറ്റ് പറ്റിയാലും അച്ഛനുണ്ടടാ കൂടെ, അമ്മയുണ്ട് നിൻ്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറയുന്ന ഒരു സപ്പോർട്ടല്ലേ അവന് വേണ്ടുന്നത്. അവൻ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊച്ചിലെ മുതലേ നേടിയെടുത്ത് വരട്ടെ. ആ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവനൊരു ബെറ്റർ ക്യാരക്ടറായി മാറട്ടെ. എത്ര വിവരം ഉണ്ടെങ്കിലും, എത്ര വിദ്യാഭ്യാസ നിലവാരം ഉയർന്നു വന്നാലും, എത്ര സ്കോളർഷിപ്പുകളും, എത്ര സർട്ടിഫിക്കറ്റുകളും, എത്ര അറിവും നേടിയാലും അവൻ്റെ ഉള്ളിലെ ആ ബോധം തോൽവികളല്ല പ്രശ്നം, വീണ്ടും തിരിച്ച് കയറാനുള്ള മെൻറ്റാലിറ്റിയാണ് വേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ റിയൽ പേരൻറ്റിങ്. നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ പേഷ്യൻസ് ഇല്ലായ്മ, നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മുടെ കുട്ടിയുടെ എബിലിറ്റീനെ നമ്മൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഇന്ന് ഇവന് ഈ ടയർ ഉയർത്താൻ സാധിച്ചെങ്കിൽ നാളെ അവൻ അടുത്ത കാര്യത്തിലേക്ക് അവൻ എഫേർട്ട് ഇടും. അടുത്ത കാര്യം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എഫേർട്ട് ഇടും. ഹീ ഗോണ വിൻ ഓൾ ദോസ് തിങ്സ്. എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു കുട്ടിയോട് നോ പറയണേന്നുള്ളത്. എത്ര കാലം നമ്മുടെ കുഞ്ഞിനെ നമ്മളിങ്ങനെ കോഴികളുടെ ചിറകിൻ്റെ അടിയിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വെക്കുന്ന പോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. ഒരു പ്രായം കഴിയുമ്പോൾ, ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവർ നിങ്ങളുടെ ചിറകിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോകും, പുറം ലോകത്തേക്ക് പോകും. അവിടെ വിശാലമായ സാധ്യതകൾ, ആളുകൾ, കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും, ഈ കെട്ടിയിട്ട പശുവിനെ വലിയൊരു പാടത്തേക്ക് ഇറക്കി വിടുന്ന പോലെ ആയിരിക്കും. അവൻ എന്ത് ചെയ്യണം എന്നറിയാതായിപ്പോൾ. ചെറിയ തോൽവികൾ പോലും അവനെ ഇല്ലാതാക്കി കളയും, തളർത്തി കളയും. നിങ്ങളുടെ കുട്ടി നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ അടുത്തുള്ളപ്പോൾ തോൽക്കട്ടെ. ആ സമയത്ത് അവനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത്. അവനെ അതിൽ നിന്ന് കരകയറ്റുന്നതായിരിക്കണം നിങ്ങളുടെ പേരൻറ്റിങ് എന്ന് പറയുന്നത്. ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്ന് പറയുന്ന പോലെ, ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും അവൻ്റെ മെൻറ്ററും അവൻ്റെ കോച്ചും ആവണം നിങ്ങൾ. അവൻ്റെ വീഴ്ചകളിൽ എഴുന്നേക്കടാ, ഇതാണ് എൻ്റെ കൈ, ഗീവ് എ ഹാൻഡ്, ഞാൻ എടുത്തുകൊള്ളാം എന്ന് പുള്ളപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റർ, ഒരു കോച്ചാവണം നിങ്ങൾ. ഏറ്റവും നല്ല സുഹൃത്താവണം നിങ്ങൾ. സേ യെസ് ടു യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടിയുടെ എന്തൂസിയാസത്തിന് കുറച്ചും കൂടെ എൻകറേജ് ചെയ്യുന്ന ഒരു പേരൻ്റായി നിങ്ങൾ മാറും. എനിക്കറിയാം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ എൻകറേജ് ചെയ്യാൻ പോകാത്തതെന്ന്. കാരണം അങ്ങനെ എൻകറേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയുടെ ഒപ്പം നിൽക്കണം, അതിനുള്ള സമയം വേണം, അതിനുള്ള ഊർജ്ജം വേണം, അതിനുള്ള പേഷ്യൻസ് വേണം. ഇതൊന്നും നമുക്കില്ല. അതുകൊണ്ട് ബെറ്റർ അവനോട് നോ പറഞ്ഞ് അവൻ്റെ ക്രിയേറ്റിവിറ്റീനെ, അവൻ്റെ എന്തൂസിയാസത്തിനെ ഇല്ലാതാക്കിയാൽ വളരെ എളുപ്പമാണല്ലോ. നമുക്ക് എവിടെയും സ്വസ്ഥമായിട്ടിരിക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് തെറ്റ് പറ്റട്ടെ, അവൻ തെറ്റ് പറ്റട്ടെ, അവന് തോൽവികൾ പറ്റട്ടെ. കൊച്ചിലെ മുതലേ ചെറിയ തോൽവികളിൽ നിന്നും വീണ്ടും എഫേർട്ട് ഇടാനുള്ള പേഴ്സണാലിറ്റി ആയിട്ട് അവൻ ഡെവലപ്പ് ആവട്ടെ. അങ്ങനെ ഡെവലപ്പ് ആവുന്ന കുട്ടി
ലൈഫിലൊരു ബ്രേക്കപ്പ് ഉണ്ടാകുമ്പം, ഒരു ജോബ് നഷ്ടപ്പെടുമ്പോൾ, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുമ്പം, അല്ലെങ്കിൽ ഒരു ബുള്ളിങ് വരുമ്പോൾ അവനൊരിക്കലും തളരത്തില്ല. അവന് മനസ്സിലാവും ഇതിനപ്പുറം ഒരു ലോകമുണ്ടോ, ഐ ഷുഡ് കീപ്പ് ഓൺ ഗോയിങ്, ഐ ഷുഡ് കീപ്പ് ഓൺ മൂവിങ് എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി അവന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സേ യെസ് ടു യുവർ ചൈൽഡ്. നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും അഭിമാനിക്കുന്ന ഒരു പേരൻ്റായി മാറണമെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിലേക്ക് ഈ ലോകത്ത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും ഞാൻ ഏത് രീതിയിൽ ട്രെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് ഇത് വളരും, അതിനനുസരിച്ച് എനിക്ക് കാര്യങ്ങളെ സാധിച്ചെടുക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം അവൻ്റെ മൈൻഡിലുള്ളത്. പേരൻറ്റിങ് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പേരൻറ്റിങ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ഇതൊന്നും നമ്മളുടെ കുഴപ്പങ്ങളല്ല, നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നേ ഉള്ളൂ. ബട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത്, നിങ്ങളൊരു ടീനേജർ ആയിരുന്ന സമയത്ത് നിങ്ങളുടെ പേരൻസിൻ്റെ ഒരു യെസ്, അത് ചിലപ്പോൾ നിങ്ങളുടെ സ്പോർട്സ് ആക്ടിവിറ്റിയിലായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്നതിലായിരിക്കാം, നിങ്ങൾ നിങ്ങളുടെ പാഷൻ ചൂസ് ചെയ്യുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നതായിരിക്കാം. ഒരു യെസ്, അവർ പറയുന്ന ഒരു യെസ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതം ആകെപ്പാടെ മാറ്റിമറിച്ചിരിക്കാം. സേ യെസ് ടു യുവർ ചൈൽഡ്. നിങ്ങളുടെ കുട്ടികളോട് യെസ് പറയും. അവർക്ക് നിങ്ങളുടെ കൺമുമ്പിലുള്ളപ്പോൾ, നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുള്ളപ്പോൾ അവർക്ക് തെറ്റുകൾ പറ്റട്ടെ, അവർ വീഴട്ടെ, അവർ തോൽക്കട്ടെ. ഗോ ഹെൽപ്പ് ദം. നിങ്ങളുടെ കൈ കൊടുക്കൂ, ബാമോനെ പിടിച്ച് കയറി, നമുക്ക് അടുത്ത് നോക്കാം, അച്ഛനുണ്ട് കൂടെ, അമ്മയുണ്ട് കൂടെ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കൂ നിങ്ങളുടെ കുട്ടിക്ക്. ഈ ലോകത്ത് എവിടെ തോറ്റെന്ന് പറഞ്ഞാൽ തിരിച്ചു വരാനൊരു വീടായി മാറും നിങ്ങൾ. എന്ത് തെറ്റ് ചെയ്താലും വന്ന് തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു അച്ഛനും അമ്മയായി മാറും നിങ്ങൾ. അവൻ്റെ ഏറ്റവും വലിയ ലോകവും ഏറ്റവും വലിയ സുഹൃത്തും ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നിങ്ങളായിരിക്കണം. ഹാപ്പി പാരൻറ്റിങ്. സേ യെസ് ടു യുവർ ചൈൽഡ്. ഓക്കെ ആണോടോ നിങ്ങളൊക്കെ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ ലൈഫ് കാര്യങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ട സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡിഡ് ഇൻ യുവർ ഡെയിലി ലൈഫ്. 24 മണിക്കൂറിൽ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തൂ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ. ഷാനുവാണ്. ബി ഹാപ്പി.